സോ നമ്മളുടെ KTUവിൻ്റെ EET202 DC മെഷീൻസ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സിൻ്റെ 5th മൊഡ്യൂളിലെ ഫസ്റ്റ് ലെക്ചർ സീരീസ്, അതായത് നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമർ എന്താണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. എന്താണ് ഓട്ടോ ട്രാൻസ്ഫോമർ? ആൻ ഓട്ടോ ട്രാൻസ്ഫോമർ ഹാസ് എ സിംഗിൾ വൈൻഡിങ് ഓൺ എൻ അയൺ കോർ. ഒരു സിംഗിൾ വൈൻഡിങ്ങേ ഉണ്ടാവുള്ളൂ അയൺ കോർ, ആൻഡ് എ പാർട്ട് ഓഫ് വൈൻഡിങ് ഈസ് കോമൺ ടു ബോത്ത് ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി സർക്യൂട്ട്. Figure shows the connections of a step-down auto transformer, whereas figure shows the step-up transformer, connection of a step-up transformer. അപ്പോൾ നമ്മളൊരു ട്രാൻസ്ഫോമറിന് നമുക്ക് പ്രൈമറി സെക്കൻഡറി കണ്ട് സെപ്പറേറ്റ് ആയിട്ട് കോറിലുണ്ടാവുക അല്ലേ. പക്ഷേ ഇവിടെ എന്താണ് പറഞ്ഞത്? ഒറ്റ അയൺ കോറിന് മുകളിൽ നമ്മൾ വൈൻഡിങ് കൊടുത്തിട്ടുണ്ടാവും. അതിൻ്റെ ഒരു പാർട്ട് നമ്മൾ എന്ത് ചെയ്യും? പാർട്ട് ഓഫ് വൈൻഡിങ് ഈസ് കോമൺ ബോത്ത് ടു പ്രൈമറി ആൻഡ് സെക്കൻഡറി ആയിട്ട് എന്ത് ചെയ്യും? യൂസ് ചെയ്യും. ഓക്കെ, അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൽ പ്രൈമറി തന്നെയാണ്, സെക്കൻഡറി തന്നെയാണ്. ഇതിൽ പ്രൈമറി തന്നെയാണ്, സെക്കൻഡറി തന്നെയാണ്. ഇവിടെ നോക്കുമ്പോൾ N1 എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി കൂടുതലാണ്, N2 കുറവാണ്. അതുകൊണ്ട് ഇതിൻ്റെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഇവിടെ N2 കൂടുതലാണ്, N1 കുറവാണ്. ഇതിനതുകൊണ്ട് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ കോറിൻ്റെ മുകളിലാണ് നമ്മൾ വൈൻഡ് ചെയ്തിരിക്കുന്നത്. അതാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, ഇൻ ഈതർ കേസ് ദ വൈൻഡിങ് ഹാവ് N1 ടേൺസ് ഇൻ ദ പ്രൈമറി. പ്രൈമറിയിൽ N1 ടേൺസ് ഉണ്ടാവും. ഇത് നോക്കിയാൽ രണ്ടിലും N1 ടേൺസ് ഉണ്ട്. സെക്കൻഡറി വൈൻഡിങ്ങിൽ N2 ടേൺസ് ഉണ്ട് ഇൻ ദ സെക്കൻഡറി വൈൻഡിങ്. നോട്ട് ദാറ്റ് ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി വൈൻഡിങ്സ് ആർ കണക്റ്റഡ് ഇലക്ട്രിക്കലി ആസ് വെൽ ആസ് മാഗ്നറ്റിക്കലി. ഈ നമ്മൾ മറ്റേതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിക്കലി മാത്രമേ ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ കപ്പിൾ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഇലക്ട്രിക്കലി ആസ് വെൽ ആസ് മാഗ്നറ്റിക്കലി എന്താണ്? കപ്പിൾഡ് ആണ്. നോട്ട് ദാറ്റ്, അതാണ് നമ്മൾ പറഞ്ഞത്. ദെർഫോർ പവർ ഫ്രം ദ പ്രൈമറി ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ സെക്കൻഡറി കണ്ടക്റ്റീവ്ലി ആസ് വെൽ ആസ് ഇൻഡക്റ്റീവ്ലി. അതായത് നമ്മൾ നേരത്തെ കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ പവർ പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലോട്ട് കൺവേർട്ട് ചെയ്തിരുന്നത് എങ്ങനെയായിരുന്നു? പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലോട്ട് കൺവേർട്ട് ചെയ്തിരുന്നത് ഇൻഡക്റ്റീവ് നേച്ചർ വെച്ചിട്ടായിരുന്നു. പക്ഷേ ഇവിടെ എന്താണ്? ഇലക്ട്രിക്കലി ആസ് വെൽ ആസ് മാഗ്നറ്റിക്കലി. അതാണ് എപ്പോഴും നോക്കേണ്ടത്. ഇലക്ട്രിക്കലി ആസ് വെൽ ആസ് ഇൻഡക്റ്റീവ്ലി, കണ്ടക്റ്റീവ്ലി ആസ് വെൽ ആസ് ഇൻഡക്റ്റീവ്ലി നമ്മൾ ഇത് വർക്ക് ചെയ്യും. ദ വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ K ഓഫ് എൻ ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫോമറിൻ്റെ പോലെ തന്നെ K = V2/V1 = N2/I1 N1 = I1/I2 തന്നെ. Note that in an auto transformer, secondary and primary voltages are related in the same way as in a two-winding transformer. ഓക്കെ, അപ്പോൾ നിങ്ങൾ ലാബിലൊക്കെ ഇത് ചെയ്യുന്നുണ്ടാവും. Now, the figure shows the connections of a loaded step-down as well as step-up transformer. In each case, I1 is the input. Okay. I1 is the input current and I2 is the output current or load current. Regardless of auto transformer connection, step-up or step-down, the current in the portion of the winding that is common to both primary and secondary is the difference between these currents I1 and I2. അതായത് പ്രൈമറി നമ്മൾ പറഞ്ഞു, പ്രൈമറി എന്നുള്ളൊരു വൈൻഡിങ് ഉണ്ടാവും. അതുപോലെ പ്രൈമറിനെയും സെക്കൻഡറിനെയും ഷെയർ ചെയ്യണ വൈൻഡിങ് ഉണ്ടാവാം. അതാണ് സ്റ്റെപ്പ് ഡൗണിൻ്റെ കേസിൽ. ഇനി സ്റ്റെപ്പ് അപ്പിൻ്റെ കേസിൽ, അതായത് പ്രൈമറി എന്നുള്ളൊരു വൈൻഡിങ്ങും പ്രൈമറിയും സെക്കൻഡറിയും ഷെയർ ചെയ്യണൊരു വൈൻഡിങ്. ഇനി അതാണ് ഈ പറഞ്ഞത്. ഓക്കെ, ഇനി ഇതിൻ്റെ കേസ് നമ്മളുടെ സെക്കൻഡറിയുടെ സ്റ്റെപ്പ് അപ്പിൻ്റെ ട്രാൻസ്ഫോമർ എടുത്തു കഴിഞ്ഞാൽ പ്രൈമറിയും സെക്കൻഡറിയും ഷെയർ ചെയ്യണ ഒരു വൈൻഡിങ് ഉണ്ട്, സെക്കൻഡറി മാത്രമുള്ള വൈൻഡിങ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലെങ്ങനെ വെച്ചാൽ പ്രൈമറിയിൽ സ്റ്റെപ്പ് ഡൗണിൻ്റെ കേസിലാണെങ്കിൽ പ്രൈമറി കറണ്ട് I1 ആയിരിക്കും, സെക്കൻഡറി പറഞ്ഞാൽ I2 - I1 ആയിരിക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രൈമറി പറഞ്ഞാൽ എന്തായിരിക്കും? I1 - I2, മറ്റേതെന്തായിരിക്കും? I2 ആയിരിക്കും. നമ്മൾ ജസ്റ്റ് KCL ആണ് അവിടെ അപ്ലൈ ചെയ്യുന്നത്. The relative direction of the current through the common portion of the winding depends upon the connections of the auto transformer. അപ്പോൾ നമ്മളുടെ ഇതിൻ്റെ റിലേറ്റീവ് ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിനെ ഡിപ്പെൻഡ് ചെയ്യും? നമ്മളുടെ കണക്ഷൻ ഓഫ് ദ ഓട്ടോ ട്രാൻസ്ഫോമറിനെ ഡിപ്പെൻഡ് ചെയ്യും. സ്റ്റെപ്പ് അപ്പ് ആണോ സ്റ്റെപ്പ് ഡൗൺ ആണോ എന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരിക. ഓക്കെ, കാരണം അങ്ങനെയാണ്. ഇറ്റ് ഈസ് ബിക്കോസ് ദ ടൈപ്പ് ഓഫ് കണക്ഷൻ ഡിറ്റർമിൻസ് വെദർ ഇൻപുട്ട് കറണ്ട് I1 ഓർ ഔട്ട്പുട്ട് കറണ്ട് I2 ഈസ് ലാർജർ. ഈ കണക്ഷൻ അനുസരിച്ചിട്ടിരിക്കും I1 ആണോ ലാർജർ, I2 ആണോ ലാർജർ എന്നുള്ളത് വിചാരിക്കാം. അപ്പോൾ ഇവിടെ നോക്കി I1 വന്നു, I2 - I1 ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്ത് നമ്മൾക്ക് ലോഡ് കിട്ടി. ഇവിടെ എന്താണ്? I1 വന്നു. അപ്പോൾ ഇവിടെ നോക്കി ഫോർ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ
I2 is greater than I1. That is why we as for two winding transformer, so that I2 minus നമ്മളിപ്പോൾ ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എടുത്ത് വെക്കുക. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ എപ്പോഴും ശ്രദ്ധിക്കുക, വോൾട്ടേജ് സെക്കൻഡറിയിൽ കുറവായിരിക്കും, പ്രൈമറിയിൽ എന്തായിരിക്കും കൂടുതലായിരിക്കും. അപ്പോൾ കറണ്ട് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ എന്താണ്, ഫോർ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ I2 is greater than I1 as for winding transformer, so that I2 minus I1 is the current flows through the common portion of the winding. I2 minus I1 is the current flowing through the common portion of the winding. ഇനി എന്താണ്, ഫോർ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ I2 is less than I1. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ I1 ആയിരിക്കും എന്ത് ചെയ്യുക, I2-നെക്കാട്ടിയും I2 is less than I1 അല്ലേ. അപ്പോൾ therefore I1 minus I2 current flows in the common portion of the winding. ഓക്കെ, അപ്പോൾ അത് തെറ്റിക്കരുത്, അത് എപ്പോഴും ആലോചിച്ചിരിക്കുക. ഇനി നമ്മൾക്ക് ഇൻ ആൻ ഐഡിയൽ ട്രാൻസ്ഫോമർ, ഓട്ടോ ട്രാൻസ്ഫോമർ, എക്സൈറ്റിംഗ് കറണ്ട് ആൻഡ് ലോസസ് ആർ നെഗ്ലക്റ്റഡ്. ഒരു ഐഡിയൽ ഓട്ടോ ട്രാൻസ്ഫോമർ നമ്മൾ എക്സൈറ്റിംഗ് ആൻഡ് ലോസസ് എന്ത് ചെയ്യും, നെഗ്ലക്റ്റ് ചെയ്യും. ഫോർ സച്ച് ആൻ ഓട്ടോ ട്രാൻസ്ഫോമർ as K approaches 1, the value of current in the common portion I2 minus I1 or I1 minus I2 of the winding approaches 0. അതായത് K1 ആവുന്ന ഒരു കണ്ടീഷൻ V2/V1 അല്ലെങ്കിൽ I1 by I2. ഈ K1 ആവുന്ന കണ്ടീഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ I2 മൈനസ് I1 ഓർ I1 മൈനസ് I2 ഓഫ് ദ വൈൻഡിങ് എന്തായിരിക്കും, അപ്രോച്ച് 0. കാരണം K1 ആവുക പറഞ്ഞു കഴിഞ്ഞാൽ I1ഉം I2 സെയിം ആവല്ലേ. I1ഉം I2 സെയിം ആവുക എന്ന് പറഞ്ഞ കണ്ടീഷൻ I1 മൈനസ് I2 പറഞ്ഞാൽ 0 ആയില്ലേ, I2 മൈനസ് I1 എന്ന് പറഞ്ഞാൽ 0 ആയില്ലേ. Therefore, for value of K near unity, the common portion of the winding can be wound with wire of smaller cross-sectional area. അപ്പോൾ ഒരു ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ യൂണിറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ദ കോമൺ പോർഷൻ ഓഫ് ദ വൈൻഡിങ്, നമ്മളെ കോമൺ പോർഷൻ ഓഫ് ദ വൈൻഡിങ് അല്ലേ, ഇറ്റ് ക്യാൻ ബി വൗണ്ട് വിത്ത് വയർ ഓഫ് സ്മോളർ ക്രോസ് സെക്ഷണൽ ഏരിയ. ഫോർ ദിസ് റീസൺ ആൻ ഓട്ടോ ട്രാൻസ്ഫോമർ റിക്വയർസ് ലെസ് കോപ്പർ. അപ്പോൾ യൂണിറ്റി പവർ ഫാക്ടർ അതിലോട്ട് എത്തുന്ന ഓട്ടോ ട്രാൻസ്ഫോമറാണ് നമ്മൾ ഡിസൈൻ ചെയ്യുക. അത് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്താൽ മതി, സ്മോളർ ക്രോസ് സെക്ഷണൽ ഏരിയയുള്ള വയർ മതി. അതുകൊണ്ട് തന്നെ ഓട്ടോ ട്രാൻസ്ഫോമറിന് എന്ത് മതിയാൽ മതി, ലെസ് കോപ്പർ നമുക്ക് മതി. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ. ഇനി വാട്ട് ഈസ് ദ തിയറി ബിഹൈൻഡ് ദ auto transformer? Okay, the figure shows an ideal step down transformer on load. Here 1 to 3 having n1 turns, that is the primary, while winding 2 to 3 having n2 turns, that is the secondary winding. അപ്പോൾ ശ്രദ്ധിക്കുക, 1 to 3 ഉള്ളത് n1 ടേൺസ് ആണ്, അത് പ്രൈമറിയും 2 to 3 എന്താണ്, സെക്കൻഡറി ആണ്. അപ്പോൾ ഈ 2 to 3 ആണ് കോമൺ. ദ ഇൻപുട്ട് കറണ്ട് ഈസ് I1 വൈൽ ദ ഔട്ട്പുട്ട് കറണ്ട് ഈസ് I2. ഇൻപുട്ട് കറണ്ട് ഇവിടെ നോക്കി നോക്കിയാൽ I1ഉം ഔട്ട്പുട്ട് കറണ്ട് എന്താണ്, I2 ആണ്. ഓക്കെ, നോട്ട് ദാറ്റ് ദ പോർഷൻ 1:2 ദ പോർഷൻ 1:2 ഓഫ് ദ വൈൻഡിങ് ഹാസ് n1 മൈനസ് n2 ടേൺസ്. ശരിയല്ലേ, ഇതാണ് ടോട്ടൽ n1, ഇത് n2 ആണ്. അപ്പോൾ ഈ 1:2 എന്നുള്ളത് n1 മൈനസ് n2 ടേൺസ് അല്ലേ. സിമിലർലി ഇത് V1ഉം ഇത് V2 ആണ്. അപ്പോൾ ഈ പോർഷൻ്റെ വോൾട്ടേജ് പറഞ്ഞാൽ V1 മൈനസ് V2 അല്ലേ, അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദ കറണ്ട് ത്രൂ ദ കോമൺ പോർഷൻ ഓഫ് ദ വൈൻഡിങ് ഈസ്, കോമൺ പോർഷൻ ഓഫ് ദ വൈൻഡിങ് എന്താണ്, I2 മൈനസ് I1 ആണ്. ഇനി ഫിഗർ ഷോസ് ദ ഈക്വലൻ സർക്യൂട്ട് ഓഫ് ദ ഓട്ടോ ട്രാൻസ്ഫോമർ ഫ്രം ആൻ ഈക്വലൻ സർക്യൂട്ട്. നമുക്കൊരു ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ഈക്വലൻ സർക്യൂട്ടാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഈ വരച്ച് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഫ്രം ദിസ് ഈക്വലൻ സർക്യൂട്ട് നോക്കി നോക്കിയേ, വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ പ്രൈമറി അല്ല സെക്കൻഡറി V2/V1 വരും V2/V1 മൈനസ് V2 അല്ലേ. നമ്മൾ ഈ പറഞ്ഞ പ്രകാരം വരച്ചതാണിത്. ഈ n1 മൈനസ് n2 V2 മൈനസ് V1 മൈനസ് V2. ഓക്കെ, പിന്നെ അതേപോലെ ഇത് I2 മൈനസ് I1 അത് വരച്ചതാണ്. അപ്പോൾ എന്താണ്, V2/V1 മൈനസ് V2 V2/V1 മൈനസ് V2 ഈസ് ഈക്വൽ ടു എന്താണ്, n2 ഇവിടുത്തെ എന്തായിരുന്നു n1 മൈനസ് n2. അപ്പോൾ V2 ഇൻറ്റു n1 മൈനസ് n2 ഇവിടെ നോക്കി വെക്കുക, ഇത് ഇങ്ങോട്ടെടുത്തു, ഇത് ഇങ്ങോട്ടെടുത്തു. അപ്പോൾ എന്താണ്, V2 ഇൻറ്റു n1 മൈനസ് n2 ഈസ് ഈക്വൽ ടു n2 ഇൻറ്റു V1 മൈനസ് V2 എന്ന് എഴുതി. ഇനി ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക, V2 n1 V2 മൈനസ് V2 n2 n2 V1 മൈനസ് n2 V2.
അപ്പോൾ എന്താണ് ഇതിൽ നിങ്ങൾ നോക്കി നോക്കിയേ, -N2 V2 രണ്ട് സൈഡിലും കോമൺ ആണ്. Therefore V2 N1 is equal to N2 V1 or V2 by V1 is equal to N2 by N1 is equal to K. ഇതല്ലേ വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ സെയിം ആണെന്നല്ലേ. ഓക്കെ, ഇനി ആൾസോ നമ്മൾക്ക് ഈ ഫിഗർ ഞാൻ ഒന്നും കൂടി എടുത്തിരിക്കുകയാണ്. ഇത് നിങ്ങൾ വരക്കുമ്പോൾ 2 പ്രാവശ്യം വരക്കണ്ട കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി എടുത്താണ്. ഓൾസോ എന്താണ് V2 minus V1 into I1 ഈസ് ഈക്വൽ ടു എന്താണ് I2 minus I1 into V2. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് V1 I1 minus V2 I1 ഈസ് ഈക്വൽ ടു I2 V2 minus I1 V2 ഈസ് ഈക്വൽ, രണ്ടും ഇക്വേറ്റ് ചെയ്തു. ഇതിൽ ഈ ക്വാണ്ടിറ്റി കട്ട് ചെയ്തു പോയി. അപ്പോൾ V1 I1 ഈസ് ഈക്വൽ ടു V2 I2 ഓർ V2 by V1 ഈസ് ഈക്വൽ ടു I1 by I2. Therefore നമ്മൾ നേരത്തെ ഇക്വേഷൻ കൂടി എടുത്തു കഴിഞ്ഞാൽ വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ചെയ്യും. Also V1 I1 is equal to V2 I2. That is input apparent power is equal to VI എന്ന് പറഞ്ഞാൽ apparent power കേട്ടോ, ഔട്ട്പുട്ട് apparent power ആണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇതാണ് നമ്മളുടെ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ വരുന്ന തിയറി പറയുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ഔട്ട്പുട്ട്. സിൻസ് ദ പ്രൈമറി ആൻഡ് സെക്കൻഡറി വൈൻഡിങ് ഓഫ് എൻ ഓട്ടോ ട്രാൻസ്ഫോമർ ആർ കണക്റ്റഡ് മാഗ്നറ്റിക്കലി ആസ് വെൽ ആസ് ഇലക്ട്രിക്കലി, the power from primary is transferred to the secondary inductively, that is transformation, as well as conductively. അതായത് നമ്മൾ പറഞ്ഞിട്ട് പ്രൈമറിയും സെക്കൻഡറിയും ഓട്ടോ ട്രാൻസ്ഫോമർ ആർ കണക്റ്റഡ് മാഗ്നറ്റിക്കലിയും കണക്ട് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഇലക്ട്രിക്കലിയും കണക്ട് ചെയ്തിട്ടുണ്ട് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിൽ മാഗ്നറ്റിക്കലി കണക്ട് ചെയ്ത് ഇൻഡക്റ്റീവ് നേച്ചറും ഇലക്ട്രിക്കലി കണക്ട് ചെയ്ത് കണ്ടക്റ്റീവ് നേച്ചറുമായിട്ട് നമുക്ക് പറയാൻ പറ്റും, രണ്ടും ഉണ്ടാവും. അപ്പോൾ ഔട്ട്പുട്ട് അപ്പാരൻറ്റ് പവർ എന്ന് പറഞ്ഞതാണ് V2 I2 ആണ്. അപ്പാരൻറ്റ് പവർ ട്രാൻസ്ഫേർഡ് ഇൻഡക്റ്റീവ്ലി പറഞ്ഞാൽ V2 into I2 minus I1 ആണ്. ദാറ്റ് ഈസ് V2 I2 minus K into I2. I1നെ നമുക്ക് എന്ത് എഴുതാം, എന്താണ് K is equal to V2 by V1 is equal to N2 by N1 is equal to I1 by I2 അല്ലേ. അപ്പോൾ ഈ I1നെ നമുക്ക് എങ്ങനെ എഴുതാം, K into I2 എന്ന് എഴുതി കൂടെ, അതാണ് ഇവിടെ എഴുതി ഈ I1ന് വരാം. അപ്പോൾ ഇതെന്ത് ചെയ്തു, V2 I2 ഇൻറ്റു അല്ല സോറി ഇവിടെ അല്ലേ, ഇവിടെ നോക്കി നോക്കിയാൽ V2 ഇൻറ്റു ഇവിടെ I2 കോമൺ അല്ലേ. അപ്പോൾ എന്നിട്ട് V2 ഇൻറ്റു I2 ഇൻറ്റു 1 minus K എന്ന് എഴുതി. ഓക്കെ, അതേപോലെ നമുക്ക് എന്ത് എഴുതാം, V1 I1 ഇൻറ്റു 1 minus K എഴുതാം. Therefore ഇൻപുട്ട് ട്രാൻസ്ഫേർഡ് ഇൻഡക്റ്റീവ്ലി ഈസ് ഈക്വൽ ടു ഇൻപുട്ട് ഇൻറ്റു 1 minus K. പവർ ട്രാൻസ്ഫർ ഇൻഡക്റ്റീവ്ലി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇൻപുട്ട് ഇൻറ്റു 1 minus K എന്ന് എഴുതാം. ഈ V2 നമ്മൾ എന്തുകൊണ്ടാണ് V2 I1 ഈസ് ഈക്വൽ ടു V1, നമ്മൾ നേരത്തെ പറഞ്ഞു V2 I1 ഈസ് ഈക്വൽ ടു V1 I1 തൊട്ട് മുന്നേ പറഞ്ഞു, അതുകൊണ്ടാണ് ഇവിടെ എഴുതിയത്, മനസ്സിലായോ. അപ്പോൾ നമുക്ക് എന്താ പറയുക, പവർ ട്രാൻസ്ഫേർഡ് ഇൻഡക്റ്റീവ്ലി പറഞ്ഞാൽ എന്താണ് V1 I1 മൈനസ് ഇൻറ്റു 1 minus K, അതിവിടെ എഴുതി. ഓക്കെ, ഇനി അടുത്തത് പവർ ട്രാൻസ്ഫേർഡ് കണ്ടക്റ്റീവ്ലി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇൻപുട്ട് മൈനസ് ഇൻപുട്ട് ഇൻറ്റു 1 minus K, ദാറ്റ് ഈസ് ഇൻപുട്ട് ഇൻറ്റു ഇൻപുട്ട് മൈനസ് ഇൻപുട്ട് 1 minus K പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ടിനെ കോമൺ ആക്കിയെടുത്ത് ഇൻറ്റു 1 minus 1 minus K എന്ന് എഴുതി. ഓക്കെ, ഈ 1 minus 1 minus K എന്നുള്ളത് നോക്കി നോക്കിയേ, 1 വെട്ടിപ്പോയി. അപ്പോൾ എന്തായി, ഇത് വരുമ്പോൾ എന്താണ് K ഇൻറ്റു ഇൻപുട്ട് പറഞ്ഞിട്ട് വന്നു. ഓക്കെ, അപ്പോൾ ഔട്ട്പുട്ട് പറഞ്ഞാൽ എന്താണ് K ഇൻറ്റു ഇൻപുട്ടായി. ഇനി തിയറി ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ബാക്കി ഒരു പോർഷൻ കൂടി. സപ്പോസ് ദ ഇൻപുട്ട് പവർ ഓഫ് എൻ ഐഡിയൽ ട്രാൻസ്ഫോമർ ഈസ് 1000 watt. ഒരു ഐഡിയൽ ട്രാൻസ്ഫോമറിൻ്റെ ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ഇൻപുട്ട് 1000 watt ആണ് വിചാരിക്കുക. ഓക്കെ, ഇറ്റ്സ് ട്രാൻസ്ഫോർമേഷൻ വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ 1/4 ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്താണ് പവർ ട്രാൻസ്ഫേർഡ് ഇൻഡക്റ്റീവ്ലി പറഞ്ഞാൽ എന്താണ്, ഇൻപുട്ട് ഇൻറ്റു 1 minus K അല്ലേ. പവർ ട്രാൻസ്ഫർ ഇൻഡക്റ്റീവ്ലി ഇൻപുട്ട് ഇൻറ്റു 1 minus K അല്ലേ. അപ്പോൾ ഇൻപുട്ട് എത്ര 1000 ഇൻറ്റു 1 minus 1/4 ദാറ്റ് ഈസ് ഈക്വൽ ടു 750 watt ആണ് എന്ത് ചെയ്യുക, പവർ ട്രാൻസ്ഫർ ഇൻഡക്റ്റീവ്ലി ഉണ്ടാവുക. പവർ ട്രാൻസ്ഫർ കണ്ടക്റ്റീവ്ലി ആണ് എന്താണ്, K ഇൻറ്റു ഇൻപുട്ടാണ്. K എന്താണ് 1/4 ഇൻറ്റു 1000 ദാറ്റ് ഈസ് 250. നോട്ട് ദാറ്റ് ദ ഇൻപുട്ട് പവർ ടു ദ ഓട്ടോ ട്രാൻസ്ഫോമർ ഈസ് 1000 watt. Out of this 750 watt is transferred to the secondary by transformer action inductively, while 250 watt is conducted directly from the source to the load, that is transferred conductively to the load. അപ്പോൾ നമുക്ക് 750 250 കൂടി ആഡ് ചെയ്താൽ you will get 1000 watt. ഓക്കെ, അപ്പോൾ മേജർ പോർഷൻ ഏതായിട്ട് പോയി, ഇൻഡക്റ്റീവിലും പോയി, 250 എന്തായി പോയി കണ്ടക്റ്റീവ്ലി ആയിട്ടും വന്നു. മറ്റേ ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ ഇൻഡക്റ്റീവ്ലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അതാണ് ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ നമ്മൾ തിയറി പറഞ്ഞ കാര്യങ്ങൾ. ഇനി സേവിങ്സ് ഓഫ് കോപ്പർ, എങ്ങനെയാണ്
ഓട്ടോ ട്രാൻസ്ഫോമറിൽ സേവിങ്സ് ഓഫ് കോപ്പർ നടക്കുന്നത്. ഇതും നമ്മൾക്ക് എന്ത് ചെയ്യണതാണ്, ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. ഓക്കെ, എന്ത് ഇൻ്റർവ്യൂവിനൊക്കെ ചോദിക്കാറുള്ളത്. ഫോൺ ദ സെയിം ഔട്ട്പുട്ട് ആൻഡ് വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ദാറ്റ് ഈസ് കെ ഇസിക്കൽ ടു കെ ഇൻറ്റു N2 കെ ഇസിക്കൽ ടു N2/N1 ഇവിടെ ഈക്വൽ ടു ഉണ്ട്. ആൻഡ് ഓട്ടോ ട്രാൻസ്ഫോമർ റിക്വയർസ് ലെസ് കോപ്പർ ദാൻ ആൻ ഓർഡിനറി 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ. ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ എന്ത് ചെയ്താൽ മതി, ലെസ് കോപ്പർ മതി. ഒരു 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ, ഇങ്ങനെയുള്ള ഒരു 2 വൈൻഡിങ് ട്രാൻസ്ഫോമറിനെ കൺസിഡർ ചെയ്യുമ്പോൾ ലെസ് കോപ്പർ മതി. Figure shows an ordinary 2 winding transformer, whereas figure 2 shows an auto transformer having the same output and voltage transformation ratio K. The length of copper required in a winding is proportional to the number of turns and the area of cross section of the winding wire is proportional to the current rating. Therefore, the volume, hence weight of the copper required in a winding is proportional to current into turns. അപ്പോൾ നമുക്ക് പറയാം വെയിറ്റ് ഓഫ് കോപ്പർ റിക്വയർഡ് ഇൻ എ വൈൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്പോർഷണൽ ടു കറണ്ട് ഇൻറ്റു ടേൺസ് ആണ്. അപ്പോൾ നമ്മൾക്ക് വെയിറ്റ് ഓഫ് കോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്, കറണ്ട് ഇൻറ്റു ടേൺസ് ആണ് പറയാം. ഓക്കെ, അപ്പോൾ അതെങ്ങനെയെന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. വിത്ത് വൈൻഡിങ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ വെയിറ്റ് ഓഫ് കോപ്പർ റിക്വയർഡ് എന്തായിരിക്കും, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്, I1 ഇൻറ്റു N1 പ്ലസ് I2 ഇൻറ്റു N2. അതാണ് വൈൻഡിങ് ട്രാൻസ്ഫോമറിൽ വരുന്നത്. വെയിറ്റ് ഓഫ് കോപ്പർ എന്ന് പറഞ്ഞിട്ട് വരുന്നത് എന്താണ്, ഇത്ര ആണ് പ്രൊപ്പോർഷനായിട്ട് വരുന്നത്. ഇനി ഓട്ടോ ട്രാൻസ്ഫോമർ എടുത്തു. വെയിറ്റ് ഓഫ് കോപ്പർ റിക്വയർഡ് ഇൻ സെക്ഷൻ 1-2 ഇവിടെ എന്താണ്, കറണ്ട് I1 വരുന്നുണ്ട്, ഇത് N1 ആണ്, ഇത് N2 ആണ്. അപ്പോൾ ഇവിടുത്തെ എന്താണ് N1 മൈനസ് N2 അല്ലേ. അപ്പോൾ എന്താണ് കറണ്ട് റിക്വയർഡ് I1 ഇൻറ്റു N1 മൈനസ് N2. വെയിറ്റ് ഓഫ് കോപ്പർ റിക്വയർഡ് ഇൻ 2/3 സെക്ഷൻ. അപ്പോൾ എന്താണ് I2 മൈനസ് I1 ഇൻറ്റു ഇവിടെ എന്താണ് വരിക N2 is directly proportional to I2 minus I1 into N2. Therefore, total weight of copper required എന്താണ് proportional to I1 into N1 minus N2 plus I2 minus I1 into N2 ആണ്. ഓക്കെ, അപ്പോൾ വെയിറ്റ് ഓഫ് കോപ്പർ ഇൻ ഓട്ടോ ട്രാൻസ്ഫോമർ ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് കോപ്പർ ഇൻ ഓർഡിനറി ട്രാൻസ്ഫോമർ. അപ്പോൾ നമ്മൾ നേരത്തെ കിട്ടിയ വാല്യൂ ഉണ്ടല്ലോ, അത് ഡിവൈഡഡ് ബൈ ഓർഡിനറി ട്രാൻസ്ഫോമറിനെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്തപ്പോൾ ഇത് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇവിടെ എന്താണ് I1 N1 I1 N2 I1, ഇവിടെ എന്താണ് I2 N2, പിന്നെ എന്താണ് ഇത് നേരത്തെ പോലെ തന്നെ എഴുതിച്ചു. ഇനി ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ -N2 I1 -N2 I1 ഉണ്ട്. അതെന്താണ് 2 -2 N2 I1 ആയിട്ട് എടുക്കും അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ എഴുതി നോക്കുമ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിയും സെയിം ആണ്. അപ്പോൾ അതിനെ കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ 1 - 2 N2/I1 ഡിവൈഡഡ് ബൈ N ഇങ്ങനെ എഴുതി അല്ലേ. നമുക്കറിയാം N2 I2 = N1 I1 ആണെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, 1 - 2 N2 I1 ബൈ 2 N1 I1 എന്നുള്ളത് എഴുതി. Therefore it is equal to 1 - പിന്നെ I1 ഉം 2 കട്ട് ചെയ്ത് പോയി അല്ലേ. അപ്പോൾ എന്താണ് N2/N1 ആയി. 1 - N2/N1 that is equal to 1 - K. Therefore weight of copper in auto transformer is equal to 1 - K into ഇതെന്ത് ചെയ്തു, ഇങ്ങോട്ട് വിട്ടു, weight of ordinary transformer W0. Therefore WA is equal to 1 - K into W0. Therefore savings in copper എന്ന് പറഞ്ഞാൽ എന്താണ്, W0 minus WA, that is saving in copper എന്ന് പറഞ്ഞാൽ എന്താണ്, W0 minus WA, that is equal to W0 minus WA എന്താണ് 1 - K W0, that is KW0. അപ്പോൾ സേവിങ് കോപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളുടെ വെയിറ്റ് ഓഫ് എന്താണ് പറയുക, നമ്മളുടെ W0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, വെയിറ്റ് ഓഫ് ഓർഡിനറി ട്രാൻസ്ഫോമർ ആണ്. അതാണ് O എന്നിട്ടാൽ മതി, സോറി W0 അല്ല WO മൈനസ് അപ്പോൾ എന്താണ് WA. അപ്പോൾ ഇവിടെ WA കിട്ടിയിട്ടുണ്ട്. അപ്പോൾ W0 മൈനസ് WAക്ക് നമ്മളിത് ഇട്ട് കൊടുത്തപ്പോൾ എന്തായി, നമുക്ക് സോറി സേവിങ് ഇൻ കോപ്പർ എന്ന് പറഞ്ഞാൽ W0 മൈനസ് WA. അപ്പോൾ ഈ W0 മൈനസ് WA ഇട്ടെടുത്തപ്പോൾ നമുക്ക് KW0 കിട്ടി. Therefore saving in copper എന്ന് പറഞ്ഞാൽ K into weight of copper in ordinary transformer. Thus if K is equal to 0.1, the saving of copper is only 10%. But if K is equal to 0.9, അതായത് K എന്താണ് വോൾട്ടേജ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു യൂണിറ്റ് ചെയ്യുമ്പോൾ saving of copper എന്ന് പറഞ്ഞാൽ 90% ആണ്. Therefore the nearer the value of K of auto transformer is to 1, the greater is the saving of copper. അതാണ് ഓക്കെ.
ഇനി അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമർ. ആൻഡ് ഓട്ടോ ട്രാൻസ്ഫോമർ റിക്വയർസ് ലെസ് കോപ്പർ ദാൻ എ 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ ഓഫ് സിമിലർ റേറ്റിംഗ്. ഒരു ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് പറഞ്ഞാൽ എന്താണ്, ലെസ് കോപ്പർ മതി എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ആൻഡ് ഓട്ടോ ട്രാൻസ്ഫോമർ ഓപ്പറേറ്റ്സ് അറ്റ് ഹയർ എഫിഷ്യൻസി ദാൻ എ 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ. ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ എന്ത് ചെയ്യും, ട്രാൻസ്ഫോമറിനെക്കാട്ടി ഹയർ എഫിഷ്യൻസിയിൽ സിമിലർ റേറ്റിംഗിൽ വർക്ക് ചെയ്യാൻ പറ്റും. ആൻഡ് ഓട്ടോ ട്രാൻസ്ഫോമർ ഹാസ് ബെറ്റർ വോൾട്ടേജ് റെഗുലേഷൻ ദാൻ എ 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ ഓഫ് എ സെയിം റേറ്റിംഗ്. അപ്പോൾ ബെറ്റർ വോൾട്ടേജ് റെഗുലേഷൻ ഉണ്ട് ഒരു 2 വൈൻഡിങ് ട്രാൻസ്ഫോമറിനെ കമ്പയർ ചെയ്യുമ്പോൾ. ആൻഡ് ഓട്ടോ ട്രാൻസ്ഫോമർ ഹാസ് സ്മോളർ സൈസ് ദാൻ എ 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ. സൈസ് എന്തായിരിക്കും, സ്മോളർ ആയിരിക്കും 2 വൈൻഡിങ് ട്രാൻസ്ഫോമറിനെ കമ്പയർ ചെയ്യുമ്പോൾ. അതേപോലെ ലാസ്റ്റ് വൺ എന്താണ്, ഇറ്റ് റിക്വയർസ് സ്മോൾ എക്സൈറ്റിംഗ് കറണ്ട് ദാൻ എ 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ ഓഫ് ദ സെയിം റേറ്റിംഗ്. അപ്പോൾ സ്മോൾ എക്സൈറ്റിംഗ് കറണ്ട് മതി. ഡിസഡ്വാൻറ്റേജ് ആണ് എന്താണ്, ദർ ഈസ് എ ഡയറക്റ്റ് കണക്ഷൻ ബിറ്റ്വീൻ പ്രൈമറി ആൻഡ് സെക്കൻഡറി. ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇലക്ട്രിക്കലി കണക്റ്റഡ് ആണ്, ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട് അല്ലേ. ദെർഫോർ ദ ഔട്ട്പുട്ട് ഈസ് നോ ലോങ്ങർ DC ഐസൊലേറ്റഡ് ഫ്രം ദ ഇൻപുട്ട്. മറ്റേതെന്ന് പറഞ്ഞാൽ നമുക്ക് DC ഉണ്ടാവില്ല, വെറും AC മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇവിടെ എന്താണ്, DC ഐസൊലേറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടില്ല. ആൻഡ് ഓട്ടോ ട്രാൻസ്ഫോമർ ഈസ് നോട്ട് സേഫ് ഫോർ സ്റ്റെപ്പ് ഡൗൺ എ ഹൈ വോൾട്ടേജ് ടു എ ലോ വോൾട്ടേജ്. നമുക്ക് ഓട്ടോ ട്രാൻസ്ഫോമർ അത്ര സേഫ് അല്ല സ്റ്റെപ്പ് ഡൗൺ ഹൈ വോൾട്ടേജിൻ്റെ കേസിൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നത്. ആസ് ആൻ ഇലസ്ട്രേഷൻ ഫിഗർ ഷോസ് 11,000 bar 230 volt സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. ഇഫ് ആൻ ഓപ്പൺ സർക്യൂട്ട് ഡെവലപ്സ് ഇൻ ദ കോമൺ പോർഷൻ 2-3, ഒരു ഓപ്പൺ സർക്യൂട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ദെൻ ഫുൾ പ്രൈമറി വോൾട്ടേജ് ദാറ്റ് ഈസ് 1000 അത് എന്ത് ചെയ്യും, ഈ ലോഡിന് അക്രോസ് അപ്ലൈ ഇതാവും. In such case, anyone coming in contact with the secondary is subjected to high voltage. This could be dangerous to both persons and equipment. For these reasons, auto transformers are prohibited for general use. ജനറൽ യൂസിന് യൂസ് ചെയ്യാത്ത എന്താ വെച്ചാൽ, നമ്മൾക്ക് ഇവിടെ ഓപ്പൺ ആയി കിടക്കുമ്പോൾ ഹൈ വോൾട്ടേജ് ആണ് ഇവിടെ വന്ന് കിടക്കുക അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അറിയാതെ ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ ഹൈ ഡേഞ്ചറസ് ആയി പോകും. അതുകൊണ്ട് ഒരിക്കലും ഓട്ടോ ട്രാൻസ്ഫോമർ സപ്ലൈയിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ മറ്റേലും തൊടാൻ പാടില്ല, ഇത് തീയും തൊടാൻ പാടില്ല. ദ ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ഈസ് മച്ച് ലാർജർ ദാൻ ദ 2 വൈൻഡിങ് ട്രാൻസ്ഫോമർ. കാരണം എന്താണ്, ഷോർട്ട് സർക്യൂട്ട് കറണ്ട് സെയിം റേറ്റിംഗിന് മച്ച് ലാർജർ ആയിരിക്കും. ഇറ്റ് ക്യാൻ ബി സീൻ ഫ്രം ഫിഗർ ദാറ്റ് എ ഷോർട്ട് സർക്യൂട്ട് സെക്കൻഡറി കോസസ് പാർട്ട് ഓഫ് ദ പ്രൈമറി ഓൾസോ ടു ബി ഷോർട്ട് സർക്യൂട്ടഡ്. അപ്പോൾ ഇങ്ങനെ ഷോർട്ട് സർക്യൂട്ട് വന്നു കഴിഞ്ഞാൽ പ്രൈമറിയുടെ ഒരു പാർട്ടും കൂടി എന്ത് ചെയ്യും, ഷോർട്ട് സർക്യൂട്ട് ചെയ്യും. അതുകൊണ്ട് എന്ത് ചെയ്യും, ഇതിൻ്റെ എഫക്റ്റീവ്നെസ് റിയാക്റ്റൻസും ഇതൊക്കെ പോയി പോകും. അപ്പോൾ അത് നല്ല ശ്രദ്ധിക്കണം. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമേഴ്സ്. ഓട്ടോ ട്രാൻസ്ഫോമേഴ്സ് ആർ യൂസ്ഡ് ടു കോമ്പൻസേറ്റ് ഫോർ വോൾട്ടേജ് ഡ്രോപ്സ് ഇൻ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ലൈൻ. നമ്മൾ വോൾട്ടേജ് ഡ്രോപ്പ് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ ലൈനിലാണ് യൂസ് ചെയ്യാറുണ്ട്. വെൻ യൂസ്ഡ് ഫോർ ദിസ് പർപ്പസ് ദേ ആർ നോൺ ആസ് ബൂസ്റ്റർ ട്രാൻസ്ഫോമേഴ്സ്. നമ്മൾ അങ്ങനത്തെ ഫംഗ്ഷൻ യൂസ് ചെയ്യുമ്പോൾ ഇതിനെ നമ്മൾ ബൂസ്റ്റർ ട്രാൻസ്ഫോമേഴ്സ് പറയാറുണ്ട്. ഓട്ടോ ട്രാൻസ്ഫോമേഴ്സ് ആർ യൂസ്ഡ് ഫോർ റെഡ്യൂസിങ് വോൾട്ടേജ് സപ്ലൈഡ് ടു AC മോട്ടോഴ്സ് ഡ്യൂറിങ് ദ സ്റ്റാർട്ടിംഗ് പീരീഡ്. അതേപോലെ നമ്മൾ ഈ ഓട്ടോ ട്രാൻസ്ഫോമർ ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ലാബിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വല്ല ഫംഗ്ഷൻ AC മോട്ടോഴ്സ് ചെറിയ വോൾട്ടേജിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഓട്ടോ ട്രാൻസ്ഫോമർ എന്ത് ചെയ്യും, ലോ ആക്കി വെച്ചിട്ട് നമ്മൾ സ്റ്റാർട്ടിംഗ് പീരീഡിൽ ഇതാക്കിയിട്ട് പിന്നെ അത് കൂട്ടാറുണ്ട്. ഓട്ടോ ട്രാൻസ്ഫോമേഴ്സ് ആർ യൂസ്ഡ് ഫോർ കണ്ടിന്യൂസ്ലി വേരിയബിൾ സപ്ലൈ. കണ്ടിന്യൂസ്ലി വേരിയബിൾ സപ്ലൈയിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഓട്ടോ ട്രാൻസ്ഫോമർ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമറിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ചെയ്ത് നോക്കാം ഇത് അടുത്ത ക്ലാസ്സിൽ. ഓക്കെ.